പറഞ്ഞു തീർത്തില്ലേ ഇതേവരെ? വെറുതെ പോലീസ് സ്റ്റേഷനിൽ വരണം, പിന്നെ കോടതി പോകണം, ആകെ മെനക്കേടാവും. നിങ്ങൾ അമ്മാവനും മരോനും അല്ലേ? പറഞ്ഞു തീർത്ത് ആരറിയാൻ പോകുന്നു? ആ തീർക്കുന്നതാ നല്ലത്. ആ എന്തോ വീട്ടിൽ അടുക്കള നേരിച്ചോ? ഇറങ്ങടി, ഇങ്ങോട്ട് ഇറങ്ങി 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 ഇറങ്ങ ഇങ്ങോട്ട് ഇറങ്ങടി. ഞാൻ കാര്യം പറയട്ടെ. പോലീസ് സ്റ്റേഷൻ ആടി. അച്ഛൻ വന്നു. വരട്ടെ. അച്ഛൻ വന്നെന്ന്. വരട്ടടി. നീ എന്തുവാ ഈ പേടിപ്പിക്കുന്നേ? അച്ഛൻ എസ്റ്റേറ്റിൽ പോയതാ, ആ വഴി വന്നതാ. അതിനിപ്പോ എന്ത് വേണം? അച്ഛൻ പറഞ്ഞ ചേട്ടനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ. നീ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? കാറിൽ. എന്താ അതിനകത്ത് അച്ഛനിരിക്കാൻ സ്ഥലമില്ലായിരുന്നു? നേരെ ഇങ്ങോട്ട് വരായിരുന്നല്ലോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എടി, യൂണിഫോം ഇട്ട് സ്റ്റേഷനിൽ ഇരിക്കുന്നതിനാണ് നിന്റെ ചേട്ടന് സർക്കാർ മാസാമാസം ശമ്പളം തരുന്നത്. അല്ല, ഞാൻ ഈ യൂണിഫോമിൽ തന്നെ വന്ന് നിന്റെ അച്ഛനെ കാണണം നിനക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ അച്ഛൻ വല്ല കുറ്റകൃത്യവും ചെയ്തിരിക്കണം. അങ്ങനൊന്നുമില്ലല്ലോ. ഒന്ന് വാ ചേട്ടാ. മോളെ, നീ കൊച്ചു പെണ്ണ്, നിനക്കൊന്നും അറിഞ്ഞൂടാ. ഈ യൂണിഫോം എന്നൊക്കെ വെച്ചാൽ വലിയ വിലയുള്ള സാധനമല്ലേ. നിന്റെ അച്ഛനത് അറിഞ്ഞൂടാ. മോളിൽ ചെന്ന് അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, നീ പോ. ഓടി. ആളായതാ ഒരു വലിയ സബ് ഇൻസ്പെക്ടർ. ഞാൻ വിളിച്ച ഐജി വരുമല്ലോ ഇവിടെ. ചുമ്മാ വീട്ടിൽ കുത്തിരുന്ന് കറക്കിയാ മതി. പിന്നാണ് ഇട്ടാവട്ടത്തിൽ കറങ്ങുന്ന ഈ സബ് ഇൻസ്പെക്ടർ. അച്ഛാ, അത് ഞാൻ അവിടെ ചെന്നപ്പോ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എന്തോന്ന് ജോലിയടി? ഞാൻ വിളിച്ചാ വരണ്ടേ? വന്നില്ലെങ്കിൽ വരുത്താൻ എനിക്ക് അറിയാൻ മോളെ. അച്ഛൻ വിചാരിച്ചാലുണ്ടല്ലോ അവന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. പിന്നെ ഞാനത് ചെയ്യാത്തത് നിന്നെ ഓർത്തിട്ടാ. എല്ലാം എന്റെ തെറ്റാ. ഞാനൊന്ന് വഴങ്ങിയതുകൊണ്ടാ. മോളുടെ ഭർത്താവായി പോയില്ലേ? അച്ഛാ, ചേട്ടൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച്. എന്തുദ്ദേശായാലും അയാൾ വരുമ്പോ പറഞ്ഞേരെ. അയാൾ വന്നില്ലെങ്കിലും അയാളുടെ തലതൊട്ടപ്പന്മാരെ ഞാനിരിക്കുന്നിടത്ത് വരാറുണ്ടെന്നും എന്നെ വന്ന് കാണാറുണ്ടെന്നും. നീ പേടിക്കൊന്നും വേണ്ട മോളെ. ഞാൻ അയാൾക്കെതിരായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തൊക്കെയായാലും എനിക്കെന്റെ മോൾക്കപ്പുറം ചിന്തിക്കാൻ പറ്റുമോ? അച്ഛാ, ഊണ് കഴിക്കാം. വേണ്ട മോളെ, ഉള്ളിൽ നിനക്കൊരു അന്തസ് വേണ്ടേ? എനിക്കിത്തിരി ചോറ് എന്റെ മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഈ ഇൻസ്പെക്ടർ അദ്ദേഹം വരുന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല. ആ കാശിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ മോൾ എന്നോട് ചോദിക്കണം. അയാൾ അറിയണ്ട. ഒരു ഇൻസ്പെക്ടർക്ക് എന്തോ കിട്ടുമെന്ന് അച്ഛൻ അറിയാൻ മോളെ. ഇത് ഇത്തിരി കൂടുതലാ. ഞാൻ എപ്പോഴും ന്യായത്തിന്റെ കൂടെ നിൽക്കുന്നു.